2 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനന്തപുരിയിലെത്തി. പ്രത്യേക വിമാനത്തിൽ എത്തിയ അമിത്ഷായെ മേയർ വി രാജേഷ്, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ തലസ്ഥാനത്ത് നടക്കുന്ന ജനപ്രതിനിധി സമ്മേളനം അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നുണ്ട്. ദിസ്ന, ആഭ്യന്തരമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങളാണോ പുറത്തേക്ക് വരുന്നത്? തീർച്ചയായും കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അമിത്ഷാ എത്തിയിരിക്കുന്നു, പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ദൃശ്യം കൂടി നമുക്ക് കാണാൻ കഴിയുന്നു എന്നത് തന്നെയാണ്. BJP പ്രവർത്തകരൊക്കെ തന്നെയും ഇവിടെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത് കോർപ്പറേഷനിലെ ഒരു വിജയത്തിന് ശേഷം, അല്ലെങ്കിൽ അത്തരത്തിലൊരു വിജയം ലഭിച്ചതിന് ശേഷം ആദ്യമായാണ് ഇത്തരത്തിലൊരു സന്ദർശനം എന്നത്. പ്രധാനമായും നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ നിൽക്കുന്ന ഒരു സമയത്താണ് പ്രധാനമായും ഈ ഒരു സന്ദർശനം. നമുക്കറിയാം, NDAയുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടെ പ്രധാനമന്ത്രി അനന്തപുരിയിൽ എത്തുമെന്നൊരു കാര്യം അറിയിച്ചിരുന്നു. എന്തായാലും അതിന് സ്ഥിരീകരണം കൃത്യമായി ലഭിച്ചിട്ടില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് തത്സമയം കാണാൻ സാധിക്കുന്നത്. രാവിലെ 10:30 പത്മനാഭസ്വാമി ദർശനം നടത്തിയതിനു ശേഷം 11 മണിക്ക് കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ BJP സംസ്ഥാന ജനപ്രതിനിധി സമ്മേളനം അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 3 മണിക്ക് കേരള കൗമുദിയുടെ കോൺക്ലേവ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 4 മണിക്ക് ചേരുന്ന NDA നേതൃയോഗത്തിലും 5 മണിക്ക് നടക്കുന്ന BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും. തുടർന്ന് 7 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും അദ്ദേഹം ഡൽഹിക്ക് മടങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുക്കുന്നൊരു സമയം, അതോടൊപ്പം തന്നെ പാർട്ടിയുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തന്നെയും വിലയിരുത്തും. ഏറ്റവും പ്രധാനമായി പറഞ്ഞാൽ ഒരു സുപ്രധാനമായ ഒരു സന്ദർശനം എന്ന് തന്നെ നമുക്ക് ഈ വരവിനെ കാണാൻ സാധിക്കും. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആ വിജയത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു വരവ് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടേത്. ഇന്നൊരു സ്വകാര്യ ഹോട്ടലിലാണ് നിൽക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്, എന്തായാലും ആ വാഹനം കടന്നുപോയിരിക്കുന്നു. പുറകെ പോകുന്ന വാഹനങ്ങളെയാണ് നമുക്ക് അകമ്പടി വാഹനങ്ങളെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്, നോക്കൂ, BJP തലസ്ഥാന നഗരഭരണം പിടിച്ചെടുത്ത ശേഷം ഒരു പ്രധാനപ്പെട്ട നേതാവ്, BJP നേതാവ് തലസ്ഥാന നഗരിയിലേക്ക് എത്തുകയാണ്. പ്രധാനമന്ത്രി വരാനിരിക്കുന്നു. രാഷ്ട്രീയമായി BJPക്ക് ഏറെ പ്രചോദനമാകുന്ന ഒരു വരവായി നമ്മളിതിനെ കാണണ്ടേ? തീർച്ചയായും കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത് വലിയൊരു രീതിയിലുള്ള വിജയം തന്നെയാണ് ലഭിച്ചത് BJPക്ക് എന്നതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല എന്ന് തന്നെയാണ്. പ്രകടന പത്രികയിൽ ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ പദ്ധതികളൊക്കെ തന്നെയും നടപ്പിലാക്കുവാനുള്ളൊരു ശ്രമവും BJP ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ്. പ്രധാനപ്പെട്ട BJP നേതാക്കന്മാരൊക്കെ തന്നെയും അമിത്ഷായെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുമ്മനം രാജശേഖരൻ, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അതോടൊപ്പം തന്നെ വിവിധ, അതായത് മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെ വിമാനത്താവളത്തിലെത്തിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ സ്വീകരിച്ചത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്ന് തന്നെയാണ് പറയേണ്ടത്. PK കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആ വാഹനമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ആ ഒരു വാഹനം അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പദ്ധതികൾ തന്നെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിലും BJP മുന്നോട്ട് വെച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെയും ഉയർത്തിക്കാട്ടി തന്നെയായിരുന്നു BJPയുടെ ആ ഒരു പ്രകടന പത്രിക എന്ന് പറയുന്നത്. അധികാരത്തിൽ വന്ന പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെയും പ്രധാനമന്ത്രി അനന്തപുരിയെ അഭിസംബോധന ചെയ്യുവാൻ അനന്തപുരിയുടെ മണ്ണിലെത്തുമെന്ന് തന്നെയായിരുന്നു പ്രകടന പത്രികയിൽ ഉണ്ടായത്. ഇടതു വലതു മുന്നണികളൊക്കെ തന്നെയും അതിനെ വലിയ പരിഹാസ രൂപേണ കണ്ടിരുന്നുവെങ്കിലും അതും ഉടൻ തന്നെ അനന്തപുരിക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത്. കൃഷ്ണരാജ്, നമുക്കറിയാം BJP കൂടുതൽ ഈ തിരഞ്ഞെടുപ്പുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വിജയ
ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് വിജയം ഉറപ്പിക്കുവാൻ BJPയുടെ ശ്രമം എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. അത്തരത്തിൽ നിർണായകമായ നീക്കങ്ങൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിർണായകമായ അവലോകന യോഗങ്ങളൊക്കെ തന്നെയും നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും BJP പ്രവർത്തകർ ഉൾപ്പെടെയുള്ള വാഹനങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ പുറപ്പെടുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുമ്മനം രാജശേഖരൻ, PK കൃഷ്ണദാസ്, അതോടൊപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവർ ഉൾപ്പെടെയുള്ള BJPയുടെ പ്രമുഖ നേതാക്കന്മാരൊക്കെ തന്നെയും വിമാനത്താവളത്തിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ സ്വീകരിച്ചു മടങ്ങുന്ന ഒരു ദൃശ്യമാണ് തത്സമയം നമുക്ക് കാണാൻ കഴിയുന്നത്. കൃഷ്ണരാജ്. യെസ്, മേയർ VV രാജേഷ്, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ പ്രമുഖരുടെ നീണ്ട നിര വിമാനത്താവളത്തിലുണ്ടായിരുന്നു. മേയർ VV രാജേഷ്, രാജീവ് ചന്ദ്രശേഖർ എന്നിവരാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ തലസ്ഥാന നഗരിയിലേക്ക് സ്വീകരിച്ചാനയിച്ചത്. അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. നാളെ സുപ്രധാനമായ ചില പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തലസ്ഥാനത്ത് പറന്നിറങ്ങിയത്. തലസ്ഥാനത്ത് നടക്കുന്ന ജനപ്രതിനിധി സമ്മേളനം അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്. നാളെ ഒരുപക്ഷേ ജനം TV മിഴി തുറന്നിരിക്കുന്നത് അമിത്ഷായുടെ പരിപാടികളിലേക്കായിരിക്കും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. BJPയുടെ സുപ്രധാനമായ ഒരു വരവേൽപ്പാണ് ഇന്ന് അമിത്ഷായ്ക്ക് നൽകിയിരിക്കുന്നത്. നഗരഭരണം പിടിച്ചെടുത്തതിൻ്റെ തുടർച്ചയെന്നോണം ആദ്യം അമിത്ഷാ വരുന്നു, ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരും. അങ്ങനെ കൃത്യമായൊരു വികസന രേഖ നാടിന് സമർപ്പിക്കുമെന്ന BJPയുടെ വാക്ക് പാലിക്കപ്പെടുന്നതിൻ്റെ തുടക്കമായി കൂടി നമ്മൾ ഇതിനെ കാണണം. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.